ഹലോ, ഇന്ന് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ നാട്ടുമാങ്ങ ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നാട്ടുമാങ്ങയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ആ നാട്ടുമാങ്ങയെല്ലാം തൊലി മാറ്റിയിട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ വേവിക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം, ആവശ്യത്തിന് വേണ്ട. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ അര ഗ്ലാസ് വെള്ളം വെച്ച് ശർക്കര ഇട്ട് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് നമ്മൾ വേവിച്ച് വെച്ച മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നു. ഈ ശർക്കരപ്പാനിയും മാങ്ങയും കൂടെ രണ്ടും തിളച്ച് നന്നായിട്ട് അതിൽ പിടിക്കണം. മാങ്ങയിൽ ശർക്കരപ്പാനി നന്നായിട്ട് അതിലെല്ലാം ഫില്ലാവും. അപ്പോഴത്തേക്കും അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടിയാണ് അരച്ചെടുക്കുന്നത്. നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ തൈര് ഒഴിച്ച് അതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. നന്നായിട്ട് മാങ്ങയും ശർക്കരയായിട്ട് നന്നായിട്ട് ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കടുക് വറുത്ത് നമ്മൾ താളിക്കണം, അതുകൂടെ ഉള്ളൂ. അതിന് നമ്മൾ കടുവും ഉലുവയും ആണ് ഉപയോഗിക്കുന്നത്. അത് രണ്ടും കൂടെ വെച്ചിട്ട് കടുക് വറുത്ത്, പിന്നെ നെയ്യിലാണ് നമ്മളിത് കടുക് വറുക്കുന്നത്. കടുക് വറുത്ത് ഇതിൽ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് പാത്രം വയ്ക്കാം. അതിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ച് കടുക് ഇട്ട് ഇതിൽ നമ്മൾ ഉലുവ ഇടുന്നുണ്ട്. താളിക്കലൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പോൾ അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഈ റെസിപ്പി വെച്ച് ഉണ്ടാക്കാൻ പറ്റും.